കൊച്ചി കടവന്ത്രയിലെ സുഭദ്ര കൊലക്കേസിൽ പ്രതികളായ മാത്യൂസ് ഷർമിള ദമ്പതികൾക്കായി പോലീസിന്റെ വ്യാപക തിരച്ചിൽ. പ്രതികളെ തേടി ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘം കർണാടകയിലേക്ക് പോയി. കഴിഞ്ഞ 4-ന് കാണാതായ സുഭദ്രയെ ഇന്നലെയാണ് ആലപ്പുഴ കാട്ടൂരിലെ വീട്ടുവളപ്പിൽ കൊന്നു കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണമുണ്ട് എന്നാണ് പോലീസ് നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, കർണാടകയിൽ എവിടെയായിട്ട് ഇവർ ഉണ്ട് എന്നാണ് ധരിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള സൂചന പോലീസിന് ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടോ? മോത്തി, കർണാടകയിലെ മംഗലാപുരം ഉടുപ്പി മേഖലയിലാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ ഷർമിളയുടെ വീടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉടുപ്പിയിലെ ജ്വല്ലറിയിൽ ഇവർ സുഭദ്രയുടെ സ്വർണം വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ് കൊലപാതകം നടന്നത്. സുഭദ്രയെ ഈ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഷർമിളയും സുഹൃത്ത് മാത്യൂസും ചേർന്ന് നടത്തിയെന്നതാണ് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും നിർണായകമായി മാറിയത് ഈ കുഴിയെടുത്ത് നൽകിയ ആൾ നൽകിയ വിവരമാണ്. അതായത് മാത്യൂസും ഷർമിളയും മാസങ്ങൾ നീണ്ട ഒരു ആസൂത്രണത്തിന് ശേഷമാണ് ഈ കൊലപാതകം നടത്തിയത്. ആ കൊലപാതകം നടത്തുന്നതിന് മുൻപ് തന്നെ അവർ ഈ വീടിൻ്റെ ഒരു ടോയ്ലറ്റിനോട് ചേർന്ന്, പുറത്തുള്ള കക്കൂസിനോട് ചേർന്നാണ് ഈ കുഴിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കുഴിയെടുക്കാൻ വന്നയാൾക്കും സംശയം തോന്നിക്കാണില്ല. നേരത്തെ തന്നെ കുഴിയെടുത്ത ശേഷം ഈ കൊലപാതകം നടത്തിയെന്നതാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഷർമിളയും സുഭദ്രയും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു, വർഷങ്ങൾ നീണ്ട സൗഹൃദമുണ്ടായിരുന്നു. ഇതിനിടയിൽ സുഭദ്രയുടെ വള ഒരു ഘട്ടത്തിൽ ഷർമിള മോഷ്ടിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ അകലം പാലിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഈ സ്വർണവും പണവും കവരുക എന്ന ഉദ്ദേശത്തോടുകൂടി ഷർമിളയും മാത്യൂസും ചേർന്ന് ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഈ കൊലപാതകം നടത്തി എന്നതാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ കുഴിയുടെ പരിസരത്തൊക്കെ തന്നെ വലിയ ദുർഗന്ധമാണ് ഇപ്പോഴും ഉള്ളത്. ഈ മൃതദേഹം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയെങ്കിലും ഈ പരിസരത്താകെ വലിയ ദുർഗന്ധം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം